ഫ്രണ്ട്സ്, നമ്മളിന്ന് പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് നോക്കുന്നത് LP-UP എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഇൻട്രഡക്ഷൻ ടോപ്പിക്കാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇവിടെ ലാംഗ്വേജ് ഈസ് മാസ്റ്റേർഡ് ഇൻ 2 ways. ദേ ആർ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. നമ്മൾ ഒരു ഭാഷ സ്വായത്തമാക്കുന്നത് 2 രീതികളിലൂടെയാണ്. ഫസ്റ്റ് വൺ ലാംഗ്വേജ് അക്വിസിഷൻ, രണ്ടാമത്തേത് ലാംഗ്വേജ് ലേണിംഗ്. അപ്പോൾ എന്താണ് ഈ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ? ലാംഗ്വേജ് അക്വസിഷൻ ഈസ് ദ മാനർ ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ് നാച്ചുറലി. ഒരു ഭാഷ നമ്മൾ സ്വാഭാവികമായിട്ട് പഠിക്കുന്നതിനെയാണ് ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ചു വീഴുന്നതിന് ശേഷം അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ, അച്ഛനമ്മ, റിലേറ്റീവ്സൊക്കെ, അവരൊക്കെ പറയുന്നത് കേട്ട് വളരെ നാച്ചുറലായിട്ടാണ് ഭാഷ സ്വായത്തമാക്കിയെടുക്കുന്നത്. നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ, മലയാളം നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്. അപ്പോൾ അതൊരു നാച്ചുറലായിട്ട് നമ്മളൊരു ഭാഷ പഠിക്കുന്ന രീതിയെയാണ് നമ്മൾ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇറ്റ്സ് എ നോൺ കോൺഷ്യസ് പ്രോസസ്സ്. അപ്പോൾ ഈ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചേർഡായിട്ട് ഒരു ബോധപൂർവ്വം നമ്മളിങ്ങനെ ലാംഗ്വേജ് സംസാരിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു പോയി പഠിക്കുന്നതല്ല. അപ്പം നമ്മൾ ആ ചുറ്റുപാടുകളിൽ നിന്ന് വളരെ സ്വാഭാവികമായിട്ടാണത് പഠിച്ചെടുക്കുന്നത്. അത് ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുപോലെ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ്. അത് വളരെ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റീവ്. അത് നമ്മൾ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് അക്വസിഷൻ പ്രധാനമായിട്ടും നമുക്കതിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ ആശയങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ലാംഗ്വേജ് അക്വസിഷൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ്സ് എ റാപ്പിഡ് പ്രോസസ്സ്. അത് നമ്മളിപ്പോൾ ചെറിയ പ്രായത്തിൽ ജനിച്ചു കഴിഞ്ഞൊരു 3-4 മാസത്തിനിടയ്ക്ക് 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും കുറച്ച് ശബ്ദങ്ങളൊക്കെ ആയിരിക്കും പുറപ്പെടുവിക്കുന്നത്. പിന്നെ നമ്മൾ കുട്ടികൾ കൊച്ചു വാക്കുകൾ പഠിക്കുന്നു, പിന്നെ സെൻറ്റൻസുകൾ പഠിക്കുന്നു. അങ്ങനെ ഒരു വയസ്സോ 1.5 വയസ്സിനുള്ളിൽ അങ്ങനെ ഒരു സൗണ്ടൊക്കെ പുറപ്പെടുവിക്കുന്ന രീതിയിലൊക്കെ ആകും. അതൊരു റാപ്പിഡായിട്ട് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ഫുള്ളി സക്സസ്ഫുൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ എല്ലാവരെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെ കേട്ട് ആണ് നമ്മുടെ ഭാഷ പഠിച്ചത് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഫുള്ളി സക്സസ്ഫുൾ ആണ്. നമുക്ക് നന്നായി സംസാരിക്കാനും നമ്മുടെ ഐഡിയാസ് മറ്റുള്ളവരോട് പറയാനും അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ലാംഗ്വേജ് അക്വസിഷൻ എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ ഫുള്ളി സക്സസ്ഫുൾ ആണ്. അതുപോലെ നോ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടുകളൊന്നുമില്ല. നമ്മൾ ഇന്ന ഗ്രാമർ പഠിക്കണം, ഇന്ന സമയത്തിനുള്ളിൽ ഇത്രയും പഠിക്കണമെന്നുള്ള ഒരു സ്ട്രക്ചറൊന്നും ഇതിന് ഇല്ല. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷന് ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഒന്നുമില്ല. നോട്ട് അവെയർ ഓഫ് ഗ്രാമർ. അപ്പോൾ ഈ നമ്മൾ മലയാള ഭാഷ പഠിച്ചത് നമ്മൾ വൃത്തോ അലങ്കാരമോ അങ്ങനെയൊന്നും പഠിച്ചിട്ടല്ലല്ലോ, നമ്മൾ കേട്ട് പഠിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇവിടെ ഗ്രാമറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഗ്രാമർ ഉണ്ടെങ്കിൽ പോലും അത് ആരും നമ്മളെ വിളിച്ചിരുത്തി പഠിപ്പിക്കുന്നതല്ല, നമ്മൾ കോൺഷ്യസ് ആയിട്ട് പഠിക്കുന്നതല്ല. നമ്മൾ ഗ്രാജുവലി ആ ഒരു ഫ്ലോയിൽ നമ്മളങ്ങനെ പഠിച്ചു പോകുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നോ ഇൻസ്റ്റൻറ്റ് റെക്ടിഫിക്കേഷൻ. ഇപ്പോൾ നമുക്ക് ഒരു കുട്ടി എന്തെങ്കിലും സംസാരിക്കുന്നതിൽ തെറ്റ് വരുത്തിയാൽ ആരെങ്കിലും പിടിച്ചിരുത്തി അത് അങ്ങനെയല്ല സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആരും പഠിപ്പിച്ചു കൊടുക്കാറില്ല. അതെങ്ങനെയാണ്? ആൾക്കാരുമായിട്ട് ഇടപെട്ട് വളരെ ഗ്രാജുവലിയാണ് കുട്ടി പഠിക്കുന്നത്. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ ഒരാൾ ഇരുത്തി നമ്മുടെ തെറ്റൊന്നും അങ്ങനെ റെക്ടിഫൈ ചെയ്ത് തരുന്നില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്യുന്നില്ല. നോ ടീച്ചർ സപ്പോർട്ട്. കാരണം ഇതൊരു ഫോമൽ ആയിട്ടുള്ള ഒരു പഠനമല്ലല്ലോ. അപ്പോൾ ടീച്ചറിൻ്റെ സപ്പോർട്ടൊന്നുമില്ല. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന്, മുതിർന്നവരിൽ നിന്ന് കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എംഫസിസ് ഓൺ ദ മെസ്സേജ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മളിതിൽ നോക്കുന്നത് നമ്മൾ ഒരു മെസ്സേജ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നമുക്ക് അങ്ങോട്ട് കാര്യങ്ങൾ പറയാൻ, ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് വരുന്നത് പ്രോസസ്സ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. ലേണിംഗ് ഈസ് എ സ്ട്രക്ചേർഡ് ലേണിംഗ് ഓഫ് എ ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ലേണിംഗ് ആണ്. അതിന് കൃത്യമായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്, കൃത്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത്. ഇറ്റ് ഈസ് ഡെലിബ്രേറ്റ്. ഇത്
വളരെ ബോധപൂർവമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ കുട്ടികൾ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവരെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റീവ്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന ആശയവിനിമയത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് പുതിയ നോളജുകൾ കിട്ടാനും അറിവുകൾ കിട്ടാനും പുതിയ പുതിയ സബ്ജക്റ്റൊക്കെ പഠിക്കാനും, അത് നോട്ട് ജസ്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമല്ല. കമ്മ്യൂണിക്കേഷൻ ഒരു ഫാക്ടറാണ്, പക്ഷേ ഫുള്ളി കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമല്ല ലേണിംഗ് നടക്കുന്നത്. അതുപോലെ ലേണിംഗ് ഒരു സ്ലോ പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ച് തീർക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ സാവധാനമാണ് നമ്മളത് പഠിക്കുന്നത്. അല്ലാതെ നമ്മളൊരു കൊച്ചുകുട്ടി വർത്തമാനം പറയാൻ പഠിച്ചതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. ദെൻ സക്സസ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. ഇതിനകത്ത് നമ്മളെല്ലാവരും സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്, പക്ഷേ ആ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ? നമ്മൾക്ക് അതിനെ ഫുള്ളി സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ലേണിംഗ് ഒരു ഫുള്ളി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ലേണിങ്ങിനൊരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറുണ്ട്. നമുക്ക് ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതിനും സ്കൂളിൽ പോയി പഠിക്കുന്നതിനും എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയറുണ്ട്. ബിക്കം അവെയർ ഓഫ് ദ ഗ്രാമർ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ സാധാരണ വീട്ടിൽ പഠിക്കുന്ന പോലെയല്ല, ഗ്രാമറിനെ കുറിച്ച് നമ്മൾ നല്ല ബോധമുള്ളവരായിരിക്കണം. അതുപോലെ നമ്മൾ ഗ്രാമർ പഠിക്കുകയും വേണം. അപ്പോൾ ഈ സമയത്ത് സ്റ്റുഡൻസ് കുറേ വൊക്കാബുലറീസും സെൻറ്റൻസും ഗ്രാമറും ഒക്കെ പഠിക്കുന്നുണ്ട്. അത് വളരെ ഗ്രാജുവലായിട്ട് നമ്മൾ അത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാക്ടിക്കൽ നോളജാണ് നമുക്കിവിടെ നമുക്ക് സ്കൂൾ പഠനത്തിൽ ലേണിംഗ് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു തിയററ്റിക്കൽ നോളജിനാണ് നമ്മളവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ദെൻ ഇൻസ്റ്റൻറ്റ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് തരും. അതുപോലെ ഗുഡ് ടീച്ചർ സപ്പോർട്ട്. ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് എപ്പോഴും ഒരു ടീച്ചർ സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ ഇറ്റ്സ് യൂസ് ഫോർ മെസ്സേജ് ഓർ ഫോം ഓർ ബോത്ത് മേ ബി സ്ട്രെസ്ഡ്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നമുക്ക് അറിവും നോളജും കൂടെ നമുക്ക് കിട്ടുന്ന രണ്ടും കൂടെ കിട്ടുന്ന ഒരു പ്രോസസ്സാണിത്. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് യങ് ലാംഗ്വേജ് ലേണേഴ്സ് അക്വസിഷൻ ഓഫ് ലാംഗ്വേജ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അതായത് ഭാഷാ പഠനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഠിതാക്കളെയാണ് നമ്മളിവിടെ നോക്കുന്നത്. യങ് ലേണർ എന്ന് പറയുന്നത്, യങ് ലേണർ ഈസ് എ ചൈൽഡ് ഹൂ ഈസ് ഇൻ ദെയർ ഫസ്റ്റ് 6 ഇയർ ഓഫ് ഫോമൽ എഡ്യൂക്കേഷൻ. അതായത് ഏതെങ്കിലും ഒരു കുട്ടി അവൻ്റെ ആദ്യത്തെ 6 വർഷം, ഫോമൽ എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ 6 വർഷത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു കുട്ടീനെയാണ് നമ്മൾ യങ് ലാംഗ്വേജ് ലേണർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ 6 വയസ്സിലാണല്ലോ സ്കൂളിൽ ചേർക്കുന്നത്. അപ്പോൾ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ യങ് ലാംഗ്വേജ് ലേണർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളതിൻ്റെ പ്രത്യേകത? 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കൊഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകും. വൈജ്ഞാനികമായിട്ടും വൈകാരികമായിട്ടുള്ള ഗുണപരമായ ചേഞ്ചസുകൾ സംഭവിക്കുന്ന ഏത് പ്രായത്തിലാണ്? 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ദ യങ് ലേണേഴ്സ് ആർ സ്റ്റിൽ ഡെവലപ്പിംഗ് കോഗ്നിറ്റീവ്ലി, ലിംഗ്വിസ്റ്റിക്കലി, സോഷ്യലി, ഇമോഷണലി ആൻഡ് ഫിസിക്കലി. അപ്പോൾ ഈ ചെറിയ പഠിതാക്കൾ ഇവരെന്താണ് ഈ ഒരു പ്രായത്തിൽ വൈജ്ഞാനികപരമായിട്ടും ഭാഷാപരമായിട്ടും സാമൂഹികമായിട്ടും വൈകാരികമായിട്ടും അതുപോലെ കായികമായിട്ടുമുള്ള ഡെവലപ്മെൻറ്റ് നേടിയെടുക്കുന്ന ആ സ്കിൽസ് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു പ്രായമാണ് 6 മുതൽ 12 വയസ്സ് വരെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് സ്മിത്ത് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റ് ഈ യങ് ലേണേഴ്സിനെ വിശേഷിപ്പിച്ചത് പ്രോഡക്ട്സ് ഇൻ പ്രോസസ് എന്നാണ്. പ്രോഡക്ട്സ് ഇൻ പ്രോസസ്. അപ്പോൾ അവരുടെ ആ ഒരു സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്തു വരുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ യങ് ലേണേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒബ്വിയസ് ആയിട്ടുള്ളൊരു റീസൺ ഒന്നുമില്ല ഇംഗ്ലീഷൊക്കെ പഠിക്കാനായിട്ട്. അവരെങ്ങനെയാണ്, അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ആവശ്യം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ എൻകറേജ്ഡ് ആകുന്ന സമയത്താണ് അവർ കോൺഷ്യസ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ തുടക്ക സമയത്ത് ഈ യങ് ലേണേഴ്സ് തുടക്ക സമയത്ത് അവർക്ക് ഈ ലിറ്ററസിയിൽ വലിയ സ്കില്ലോ ഫ്ലുവൻസിയോ അങ്ങനെയൊന്നും അവർക്ക് കാണത്തില്ല. പക്ഷേ അവർ കൂടുതൽ കാലം അവർ ആ ഭാഷയുമായിട്ട് അടുത്തിടപഴകിയാണ് അവർ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഈ യങ് ലേണേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ സ്ലോ ആയിട്ടായിരിക്കും ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ പെട്ടെന്ന് തന്നെ ഇവർ മറന്നു പോവുകയും ചെയ്യും. യങ് ലേണേഴ്സ് ആർ ഓഫൻ ലേൺ സ്ലോലി ആൻഡ് ഫോർഗെറ്റ് ക്വിക്ക്ലി. വളരെ പതുക്കെ പഠിക്കുകയും പെട്ടെന്ന് തന്നെ മറന്നു പോവുകയും ചെയ്യുന്ന ആളുകളാണ്. സോ ദേ ഷുഡ് ഡെവലപ്പ് ഫ്ലുവൻസി ബിഫോർ ദേ ഡെവലപ്പ് ആക്യുറസി. അപ്പോൾ അവർ ആദ്യം നേടേണ്ട ഒരു എബിലിറ്റി എന്താണ്? ലാംഗ്വേജിൽ ഫ്ലുവൻസിയാണ് ആദ്യം നേടേണ്ടത്. അതിനുശേഷമാണ് അക്യുറസിയെ പറ്റി ചിന്തിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ലാംഗ്വേജ് അക്വസിഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻട്രഡക്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ഇതില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പോൾ താങ്ക് യു. ഓക്കെ.